സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2 ജീവൻ കൂടി പൊലിഞ്ഞു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കക്കയം സ്വദേശി പാലാട്ടിൽ അബ്രഹാമിനും കാട്ടാന ആക്രമണത്തിൽ പെരിങ്ങൽകുത്ത് സ്വദേശി വത്സയ്ക്കുമാണ് ജീവൻ നഷ്ടമായത്. അതിരപ്പള്ളി വനമേഖലയിൽ വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് വത്സയെ ആന ആക്രമിച്ചത്. കൃഷിയിടത്തിൽ വെച്ചാണ് കോഴിക്കോട് കക്കയം സ്വദേശിയായ അബ്രഹാമിനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നത്. മനുഷ്യജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് തടഞ്ഞു. കാട്ടുപോത്തിനെ മയക്കുവെടിവെക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി കെ ശശീന്ദ്രൻ. മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം 48 മണിക്കൂറിനുള്ളിൽ നൽകും. വന്യജീവി ആക്രമണമുണ്ടായ മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്ത് ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് താമസിയാതെ തന്നെ ഇറക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് മേധാവിക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബത്തിന്റെ സഹായധനം 48 മണിക്കൂറിനകം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിഷ്ക്രിയത്വമാണ് സർക്കാർ മുഖമുദ്രയെന്നും വന്യജീവി ആക്രമണം തടയാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. വയനാടും ഇടുക്കിയിലും ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും എല്ലാ സ്ഥലത്തും വനാതിർത്തികൾ മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ്. എല്ലാ കൃഷിയും നശിച്ചു. പട്ടിണിയും പരിവട്ടമാണ്. ഇപ്പോൾ ഭീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല, പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, പശുവിനെ കറന്നാണ് പലരും ജീവിക്കുന്ന പാല് വിറ്റ്, ആ പാല് വിൽക്കാൻ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വല്ലാത്ത ഭീതിയാണ്. ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നു, അതുപോലെ കാട്ടുപന്നികൾ ഇറങ്ങുന്നു, കാട്ടുപോത്തിറങ്ങുന്നു, കടുവയിറങ്ങുന്നു. എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. കുരാച്ചൂരിൽ നാളെ LDFും UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷും ചേരുന്നുണ്ട്. ആദ്യം സൂരജ് സജിയിലേക്കാണ്. സൂരജ്, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ ആക്രമിച്ച കാട്ടാന ഒരു സ്ഥിരം പ്രശ്നക്കാരനാണല്ലോ, ആ നിലയ്ക്ക് ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ ആ മേഖലയിലുള്ളവർ നേരത്തെ തന്നെ. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? വരുന്നതിന് മുമ്പ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. അതായത് ഇവർ പ്രധാനമായും ഇപ്പോൾ ഈ ഘട്ടത്തിൽ 3 ആവശ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. എന്തായാലും MP നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? ഇവർ പറയുന്നത്, അതായത് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റണമെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെക്കണം ആവശ്യം അംഗീകരിക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഞങ്ങൾ ഇതിപ്പോൾ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കേരളത്തെ മൊത്തം നടുക്കിയ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഒരു മുൻകരുതൽ എടുക്കുന്നതിനോ അല്പമെങ്കിലും സജീവമാകാനോ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ നിഷ്ക്രിയത്വമാണ് ഗവൺമെൻറ്. ഈ നിഷ്ക്രിയത്വം ഇനിയും തുടർന്നാൽ വീണ്ടും ഇത്തരം ഞങ്ങളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ദാരുണമായ സംഭവത്തിൽ ഒന്ന് പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് നടത്തണം. പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഉറപ്പ് ലഭിക്കണം. ഒന്ന്, ഇതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കണം, ഗവൺമെൻറ് കോമ്പൻസേഷൻ കൊടുക്കണം. 2, ഇവർ പോയി ഞങ്ങളിപ്പോൾ ആ മൂപ്പരുമായി സംസാരിച്ചു. അവർ സ്ഥിരമായി ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി മരോട്ടിക്ക പറക്കുന്ന സ്ഥലത്തേക്കാണ് ഇവർ പോകാറുള്ളത്. സ്ഥിരം അവിടെ പോകാറുണ്ട്. അവിടെ വെച്ചാണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായത്. അപ്പോൾ ആദിവാസി സുഹൃത്തുക്കൾ അവരുടെ ഉപജീവന മാർഗം നടത്താൻ വേണ്ടി സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങളിൽ വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വന്യമൃഗ ശല്യങ്ങളെ അവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള RR ടീമിനെ അവിടെ സ്ഥിരമായി വിന്യസിപ്പിക്കണം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെൻസിങ് നടപ്പാക്കണം. ഈ 3 ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ 3 ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നങ്ങളുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഉന്മേഷ് ഇവർ പറയുന്നത്. അതായത് 3 ആവശ്യങ്ങൾ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയാണ്. അതിൽ ഒന്ന്, ഇവർക്ക് നഷ്ടപരിഹാരം, അതായത് ഈ മരിച്ച വത്സയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഈ കാട്ടാനയുടെ ആക്രമണം തടയുന്നതിന് ശാശ്വതമായ പരിഹാരം വേണം. പോസ്റ്റ്മോർട്ടം അത് ചാലക്കുടി താലൂക്ക് തന്നെ എന്നൊരാവശ്യമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് വയ്ക്കുന്നത്. എന്നാൽ മാത്രമാണ് ഈ ആശുപത്രിക്ക് മുന്നിൽ ഇവർ നടത്തിവരുന്ന പ്രതിഷേധം വലിയ രീതിയിൽ പ്രവർത്തകരും നേതാക്കളും എല്ലാം ആശുപത്രിയിൽ സംഘടിച്ചു നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകൂ എന്നുള്ളതാണ് ഈ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പറയുന്നത്. അതായത് ഇപ്പോൾ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉണ്ട്, അതുപോലെ തന്നെ MP ബെന്നി ബെഹനാൻ ഉണ്ട്, DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുന്നിൽ
രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നത്. ശരി, സൂരജ് തുടരുക. സൂരജ് സജിയാണ് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. അത് മലപ്പുറത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലടക്കം ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളുണ്ട് മലയോര മേഖലയിൽ. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം മലപ്പുറം DCCയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുകയാണ് മലപ്പുറത്ത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ പത്തനംതിട്ടയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അവിടെ പത്തനംതിട്ട അടൂരിൽ കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മ കിണറ്റിൽ വീണു എന്നുള്ള വാർത്ത കൂടി വരുന്നു. തുവിയൂർ സ്വദേശിനി എലിസബത്താണ് കിണറ്റിൽ വീണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. ഷഹദ്, ഈ മലപ്പുറത്തും ഒട്ടേറെ സ്ഥലങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ട്, പ്രത്യേകിച്ച് നിലമ്പൂർ അടക്കമുള്ള മലയോര മേഖലകളിൽ. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണോ ഈ DCCയുടെ പ്രതിഷേധ പ്രകടനം ഷഹദ്? തീർച്ചയായും ഉന്മേഷ, അല്പസമയം മുൻപ് ഇത്തരത്തിൽ മലപ്പുറം DCCയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും ഈ വന്യജീവി ആക്രമണം അത് അതിവ്യാപകമായി സംസ്ഥാനത്തുടനീളമുണ്ട്. മരണങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഈ മരണവുമായി ബന്ധപ്പെട്ട UDF നേതാക്കൾ നടത്തിയ സമരം, ആ സമരത്തിൽ പോലീസ് സ്വീകരിച്ച നടപടി, ഇതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മലപ്പുറത്ത് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനമായിട്ട് നഗരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സ്റ്റാച്യുവിന്റെ മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അവിടെ പ്രസംഗം ഒക്കെ ഉൾപ്പെടെയുള്ള സാധാരണ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് അല്പസമയം ഈ നടു റോട്ടിലിരുന്ന് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട ഈ സമരം അനുനയിപ്പിച്ച ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് ശരി ഷഹദ്, ഏതായാലും അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. മലപ്പുറത്തും പ്രതിഷേധ പ്രകടനം നടന്നു. ഷഹദ് റഹ്മാനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. രാഹുൽ സുരേഷ് ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. രാഹുൽ, കാട്ടുപോത്തിന്റെ ആക്രമണത്തിലാണ് കർഷകൻ കൃഷിയിടത്തിൽ വെച്ച് കൊല്ലപ്പെട്ടത്. നാളെ LDFന്റെയും UDFന്റെയും ഹർത്താലുണ്ട്. നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ കാട്ടുപോത്തിന് വെടിവെച്ച് കൊല്ലാമെന്നുള്ള ഉറപ്പാണോ ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്? രാഹുൽ, തീർച്ചയായിട്ടും ഉന്മേഷ്, ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയാണ് കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരു കർഷകൻ കൊല്ലപ്പെടുന്നത്. എബ്രഹാം, അതായത് അദ്ദേഹം കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നത്. പ്രാദേശികമായി ചികിത്സ നൽകിയ ശേഷം കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. ഇതാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം UDF പ്രവർത്തകർ ഇവിടേക്ക് എത്തി. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന പ്രതിഷേധമാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് ഈ തുടർച്ചയായി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ അത്യാവശ്യമായി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ജില്ലാ കളക്ടർ ഉത്തരവിറക്കണമെന്നാണ് ഈ ആവശ്യത്തിൽ പറയുന്നത്. തുടർന്ന് വാക്കാലുള്ള ഉറപ്പ് നൽകുകയായിരുന്നു ജില്ലാ കളക്ടർ. അതിന് പിന്നാലെയാണ് 1 മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ എബ്രഹാമിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെയാണ് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഒരു പ്രതിഷേധ സൂചന DCC നൽകുന്നുണ്ട്. അതായത് ഈ എബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലിയും ഒപ്പം തന്നെ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകിയില്ലെങ്കിൽ നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അബ്രഹാമിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകില്ല എന്ന കാര്യം പ്രതിഷേധ സൂചകമായി ഇപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം എബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ UDFന്റെയും LDFന്റെയും നേതൃത്വത്തിലാണ് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുന്നത്. LDFും ഈ സമാനമായ പ്രശ്നത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്പം മുമ്പ് കക്കയത്തെ DFO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് കോഴിക്കോട് ജില്ലയിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി രാഹുൽ സുരേഷ്, തുടരുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.